ജാതിമത ഭേദമന്യേ ഇന്ത്യൻ പൗരന്മാരുടെ പൗരത്വം എടുത്തു കളയുന്ന നിയമമല്ല ഇതെന്നും എന്നാൽ ധാരാളം തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ടെന്നും പൗരത്വ നിയമത്തിലെ ഭേദഗതി ചട്ടങ്ങൾ പുറത്തിറക്കി ആഭ്യന്തര മന്ത്രാലയം വിശദീകരിച്ചു. ദശാബ്ദങ്ങളായി പീഡനമനുഭവിക്കുന്ന അഭയാർത്ഥികൾക്ക് മാന്യമായ ജീവിതം ഉറപ്പുവരുത്തുന്നതാണ് നിയമം. 3 രാജ്യങ്ങളിലെ 6 ന്യൂനപക്ഷ മതവിഭാഗങ്ങളുടെ പൗരത്വത്തിനും പുനരധിവാസത്തിനും ഉണ്ടായിരുന്ന നിയമ തടസ്സങ്ങൾ ഇല്ലാതാക്കാനാണ് ഇത് എന്നും കേന്ദ്ര സർക്കാർ വിശദീകരിക്കുന്നു. അവരുടെ സാംസ്കാരികവും ഭാഷാപരവും സാമൂഹികവുമായ അസ്തിത്വത്തെ സംരക്ഷിക്കാൻ ഇത് ഉപകരിക്കുമെന്നും സാമ്പത്തിക വാണിജ്യ അവകാശങ്ങൾ, സ്വതന്ത്ര സഞ്ചാരം, സ്വത്തവകാശം എന്നിവ ഉറപ്പാക്കുന്നതാണ് നിയമമെന്നും മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. ഭരണഘടനയുടെ 6ാം പട്ടികയിൽ ഉൾപ്പെടുത്തപ്പെട്ട അസമിലെ കർബി ആംഗ്ലോങ്, മേഘാലയയിലെ ഗരോ ഹിൽസ്, മിസോറാമിലെ ചക്മ ജില്ല, ത്രിപുരയിലെ ആദിവാസി ജില്ലകൾ എന്നിവയ്ക്ക് നിയമത്തിൽ ഇളവുണ്ട്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് മതവിവേചനത്തിനിരയായി പുറത്താക്കപ്പെട്ട മുസ്ലിം ഇതര അഭയാർത്ഥികൾക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്ന നിയമ ഭേദഗതി 2019 പാർലമെന്റ് പാസാക്കിയത്. വിജ്ഞാപനം ഇറങ്ങിയതോടെ ഇന്നു മുതൽ പൗരത്വത്തിന് അപേക്ഷിക്കാം. ഹിന്ദു, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി, ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾക്കാണ് പൗരത്വം ലഭിക്കുക. ഈ വിഭാഗത്തിൽ നിന്ന് 2014 ഡിസംബർ 31 അതിനു മുമ്പോ ഇന്ത്യയിലെത്തിയവർക്ക് അപേക്ഷിക്കാം. പൂർണ്ണമായും ഓൺലൈനായാണ് പൗരത്വത്തിന് അപേക്ഷിക്കേണ്ടത്. ഇതിനായി പ്രത്യേക വെബ് പോർട്ടൽ സജ്ജമാക്കും. പൗരത്വ നിയമ ഭേദഗതി നടത്തിപ്പിനായി സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സെൻസസ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ ഉന്നതാധികാര സമിതികളെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. അപേക്ഷാ ഫോമുകൾ വിജ്ഞാപനത്തോടൊപ്പം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപേക്ഷകർ ഏത് വർഷമാണ് ഇന്ത്യയിൽ എത്തിയതെന്ന് രേഖപ്പെടുത്തണം. 1 വർഷമായി ഇന്ത്യയിൽ താമസിച്ചു വരുന്നവരായിരിക്കണം. 14 വർഷത്തിനിടയിൽ കുറഞ്ഞത് 5 വർഷമെങ്കിലും ഇന്ത്യയിൽ താമസിച്ചിട്ടുണ്ടാകണം. ചട്ടത്തിലെ പ്രധാന വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യത്തേത്, ഇന്ത്യയിലെ പൗരനായി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഫോം 2A പ്രകാരം അപേക്ഷിക്കണം. ഇന്ത്യൻ പൗരന്മാരെ വിവാഹം ചെയ്തയാളാണെങ്കിൽ ഫോം 3A പ്രകാരവും, ഇന്ത്യൻ പൗരരുടെ പ്രായപൂർത്തിയാകാത്ത കുട്ടിയാണെങ്കിൽ 4A പ്രകാരവും അപേക്ഷിക്കണം. ഇന്ത്യൻ പൗരന്മാരായ രക്ഷിതാക്കളുടെ മക്കളാണെങ്കിൽ ഫോം 5A പ്രകാരം അപേക്ഷിക്കണം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ പൗരന്മാരായ രക്ഷിതാക്കളുടെ മക്കളാണെങ്കിൽ ഫോം 6A പ്രകാരം അപേക്ഷിക്കണം. ഇനി മറ്റൊന്ന്, ഇന്ത്യൻ വംശജരായ വിദേശ പൗരന്മാരാണെങ്കിൽ ഫോം 8A പ്രകാരമാണ് അപേക്ഷിക്കേണ്ടത്. സ്വാഭാവിക പൗരത്വത്തിന് അപേക്ഷിക്കുന്നവരുടെ സത്യാങ്മൂലത്തിൽ യഥാർത്ഥ വസ്തുതകൾ ബോധ്യപ്പെടുത്തണം. ഇവർക്ക് ഭരണഘടനയുടെ 8ാം അനുച്ഛേദത്തിൽ നിഷ്കർഷിച്ചിട്ടുള്ള ഭാഷകളിൽ ഏതെങ്കിലും ഒന്നിൽ അറിവുണ്ടായിരിക്കണം. ജില്ലാതല സമിതികൾ മുഖേന ഉന്നതാധികാര സമിതി മുമ്പാകെ വേണം ഓൺലൈനായി അപേക്ഷിക്കേണ്ടത്. അപേക്ഷയോടൊപ്പം സമർപ്പിച്ച രേഖകൾ ജില്ലാതല സമിതി പരിശോധിക്കും. അതിനുശേഷം സൂക്ഷ്മ പരിശോധനയ്ക്കായി ഉന്നതാധികാര സമിതിക്ക് കൈമാറണം. പരിശോധനാ സമിതി മുമ്പാകെ അപേക്ഷകർ നേരിട്ടെത്തി രാജ്യത്തോടുള്ള കൂറ് വ്യക്തമാക്കുന്ന സത്യവാചകം ചൊല്ലണം. അങ്ങനെയല്ലാത്ത അപേക്ഷകൾ ഉന്നതാധികാര സമിതിക്ക് നിരസിക്കാൻ കഴിയും. അപേക്ഷയിൽ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചെന്ന് ഉന്നതാധികാര സമിതി ഉറപ്പാക്കണം. പൗരത്വരേഖ നേരിട്ട് കൈപ്പറ്റാൻ ആഗ്രഹിക്കുന്നയാൾ അത് ഉന്നതാധികാര സമിതി മുമ്പാകെ നേരിട്ടെത്തി കൈപ്പറ്റണം. ഉന്നതാധികാര സമിതി അധ്യക്ഷൻ ഒപ്പുവെച്ചതായിരിക്കും പൗരത്വ സർട്ടിഫിക്കറ്റ്. ഇനി ഈ സർട്ടിഫിക്കറ്റിനായി അല്ലെങ്കിൽ പൗരത്വത്തിനായി എന്തൊക്കെ രേഖകളാണ് സമർപ്പിക്കേണ്ടത് എന്ന് പരിശോധിക്കാം. അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ സർക്കാരുകളിലൊന്നിൽ അനുവദിച്ച പാസ്പോർട്ടിൻ്റെ കോപ്പി, ഇന്ത്യയിലെ ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസറോ ഫോറിനേഴ്സ് രജിസ്ട്രേഷൻ ഓഫീസറോ അനുവദിച്ച രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ റെസിഡൻഷ്യൽ പെർമിറ്റ്, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ സർക്കാർ അതോറിറ്റികളിലൊന്നിലെ അംഗീകരിച്ച ജനന സർട്ടിഫിക്കറ്റ്, ഈ 3 രാജ്യങ്ങളിൽ ഒന്നിലെ സർക്കാർ അതോറിറ്റികൾ അനുവദിച്ച സ്കൂൾ സർട്ടിഫിക്കറ്റോ മറ്റ് വിദ്യാഭ്യാസ രേഖകളോ, ഈ 3 രാജ്യങ്ങളിലൊന്നിലെ തിരിച്ചറിയൽ രേഖ, ഈ 3 രാജ്യങ്ങളിലൊന്നിലെ സർക്കാർ അതോറിറ്റികൾ അനുവദിച്ച ഏതെങ്കിലും ലൈസൻസോ സർട്ടിഫിക്കറ്റോ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് രാജ്യങ്ങളിലൊന്നിലെ ഭൂമി അല്ലെങ്കിൽ കുടികിടപ്പ് അവകാശ രേഖ, അപേക്ഷകരുടെ രക്ഷിതാക്കൾ അല്ലെങ്കിൽ മുത്തച്ഛൻ, മുത്തശ്ശി, അവരുടെ മാതാപിതാക്കൾ എന്നിവരിൽ ആരെങ്കിലും ഈ രാജ്യങ്ങളിൽ നിന്ന് മുമ്പ് അപേക്ഷിച്ചതിൻ്റെ രേഖ, അതത് രാജ്യങ്ങൾ അനുവദിച്ച മറ്റെന്തെങ്കിലും രേഖ. ഈ രേഖകൾ കാലാവധി കഴിഞ്ഞതാണെങ്കിലും പരിഗണിക്കുമെന്ന കാര്യം പ്രത്യേകം ഓർക്കുക. പൗരത്വ നിയമ ഭേദഗതി നടത്തിപ്പിനായി സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സെൻസസ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ ഉന്നതാധികാര സമിതികളെ ചുമതലപ്പെടുത്തി ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഉത്തരവ്. കേന്ദ്ര ഡെപ്യൂട്ടി സെക്രട്ടറി റാങ്കിൽ കുറയാത്ത ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥൻ
ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസർ, നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്ററിന് കീഴിലെ സംസ്ഥാന ഇൻഫർമേഷൻ ഓഫീസർ, സംസ്ഥാനത്തെ പോസ്റ്റ് മാസ്റ്റർ ജനറൽ അല്ലെങ്കിൽ അദ്ദേഹം നിർദ്ദേശിക്കുന്ന കേന്ദ്ര ഡെപ്യൂട്ടി സെക്രട്ടറി പദവിയിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ എന്നിവർ സമിതിയിൽ സ്ഥിരാംഗങ്ങളായിരിക്കും. സംസ്ഥാന ആഭ്യന്തര പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഓഫീസിലെ പ്രതിനിധി, ഡിവിഷണൽ റെയിൽവേ മാനേജറുടെ പ്രതിനിധി എന്നിവർ ക്ഷണിതാക്കളാകും. സീനിയർ സൂപ്രണ്ടിൻ്റെയോ നേതൃത്വത്തിൽ ജില്ലാതല സമിതികളും രൂപീകരിച്ചിട്ടുണ്ട്. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ ഇൻഫോർമാറ്റിക്സ് സെന്ററിലെ ജില്ലാതല ഇൻഫർമേഷൻ അസിസ്റ്റന്റ്, കേന്ദ്ര സർക്കാരിൻ്റെ നോമിനി എന്നിവരാണ് ഈ സമിതിയിലെ സ്ഥിരാംഗങ്ങൾ. ജില്ലാ കളക്ടറുടെ ഓഫീസിലെ നായിബ് തഹസീൽദാർ പദവിയിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ, ബന്ധപ്പെട്ട പരിധിയിലെ റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ എന്നിവർ ക്ഷണിതാക്കളാണ്. രണ്ട് സമിതികളുടെയും ക്വാറം ചെയർമാൻ ഉൾപ്പെടെ 2 അംഗങ്ങൾ സമിതിയിലുണ്ട്.